ഹലോ എവ്രിവൺ, ഇന്ന് നമുക്ക് രസകരമായ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം. ജാപ്പനീസ് സ്റ്റൈലിലെ ഒരു റോൾഡ് ഓംലെറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് ചേർക്കാം. വളരെ നൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ സവോള, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതും, ഇനി ഇതിലോട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചയും റെഡും ക്യാപ്സിക്കവും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർക്കാം. ക്യാപ്സിക്കവും സോയാ സോസും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ പച്ചയും ചുമലയും ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കഴിയുമ്പം ഓംലെറ്റിനൊരു നല്ല കളറൊക്കെ ഉണ്ടാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. സാധാരണയായിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിൽ ചേർക്കാം. ഞാനിവിടെ അഡീഷണലായിട്ട് സോയാ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടി ക്യാപ്സിക്കവും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതുപോലൊരു റെക്റ്റാങ്കുലർ പാൻ ഉണ്ടെങ്കിൽ ഈ ഓംലെറ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ റൗണ്ട് പാനിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടാക്കി ഇതിൽ എണ്ണ തടവാം. ഇനി ഈ പാനിലോട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് മുട്ട മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ട മിക്സ്ചർ പാനിൽ ഒരു തിൻ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്യാം. തീ കുറച്ച് വെച്ച് ഒരു 30 സെക്കൻഡ്സ് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെയും നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഓംലെറ്റിൻ്റെ ഫസ്റ്റ് ലെയർ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് അറ്റത്തോട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും നമുക്ക് പാനിൽ എണ്ണ തടവാം. ഇനി അടുത്ത ലെയറിനായി ഒരു സ്പൂൺ മുട്ട മിക്സ്ചർ പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതുപോലെ ആദ്യം ഉണ്ടാക്കിയ ലെയറിൻ്റെ അടിയിലേക്ക് മുട്ട മിക്സ്ചർ സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. 30 സെക്കൻഡ്സ് കഴിഞ്ഞ് വീണ്ടും ഇത് റോൾ ചെയ്ത് മറ്റേ അറ്റം വരെയും എത്തിക്കണം. ഈ പ്രോസസ്സ് മുട്ട മിക്സ്ചർ തീരുന്നത് വരെയും നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ബബിൾസ് ഫോം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബബിൾസ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കുക. ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല രസമാണ്. 3 മുട്ടയുടെ മിക്സ്ചർ കൊണ്ട് ഞാൻ 6 ലെയറിൻ്റെ ഒരു ഓംലെറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയാൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ലെയർ കൊണ്ട് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഓരോ ലെയറും റോൾ ചെയ്ത് കഴിഞ്ഞ് സൈഡിലോട്ട് മാറ്റി നല്ലതുപോലെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ലെയർ മുട്ട മിക്സ്ചർ ഒഴിച്ചതിന് ശേഷം റോൾ ചെയ്ത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് മാറ്റി നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലെ ഓംലെറ്റാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ടിത് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ രസകരമായ ഇന്ത്യൻ ഫ്ലേവേഴ്സോട് കൂടിയുള്ള ജാപ്പനീസ് റോൾഡ് ഓംലെറ്റ് റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.